ഗൈസ് സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് 4-ാം ദിവസമാണ് ഗോവയിൽ. അപ്പോൾ നമ്മളിത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. ഇത് മറ്റേ ഹോട്ടലല്ല, ഇത് പുതിയ ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ബുഫയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഇവിടെ കുറേ എല്ലാ ടൈപ്പും ജ്യൂസ് ഉണ്ട്, പിന്നെ ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല, കപ്പ് കേക്ക്, ഡോണട്ട്, പിന്നെ രാവിലത്തെ ഇങ്ങനത്തെ ഓംലേറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാതും ഉണ്ട് ഇവിടെ. ചോക്കോസൊക്കെ ഉണ്ട്. നമ്മളിന്ന് രാവിലെ കാണാൻ പോകുന്നത് ഒരെണ്ണം ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസും പിന്നെ സെൻറ്റ് കത്തീഡ്രലും അവിടുത്തെ മ്യൂസിയമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചൂടൊക്കെ കാരണം ഒരു തൊപ്പിയും പിന്നെ എൻ്റെ ഗ്ലാസ് ഉണ്ട്, കണ്ണാട, എന്നാലും ഒരു പുതിയത് അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ കുറച്ച് വൈകുണ്ടായിരുന്നു, ഒരു 11 മണിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ആ 2 പള്ളികൾ കാണാൻ പോയി. ഇതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. ഇത് പോർച്ചുഗീസ് പണ്ട് ഉണ്ടാക്കിയതാണ്, ആ പള്ളിയാണ്. ഇത് സെൻറ്റ് കത്തീഡ്രലിൻ്റെ മ്യൂസിയമും ഉണ്ട്, പള്ളിയുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ ഇതാണ് ഗോവയത്തെ സയൻസ് ആൻഡ് പ്ലാനറ്റോറിയം. സയൻസ്, ഫിസിക്സ്, അങ്ങനത്തെ ഒരു ടൈപ്പായിട്ടുള്ള ഓരോ സയൻസിൻ്റെ ഷോ ഉണ്ട്. പിന്നെ അങ്ങനത്തെ സയൻസിൻ്റെ 3D പോലെ മൂവീസും, പിന്നെ ഇവിടെ ഓരോ എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസും, പിന്നെ പാർക്ക് പോലൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് സിനിമയുടെ കണ്ടു, മറ്റേ CD-യുടെ ഗ്ലാസ് വെച്ച് ചെയ്യണതാണിത്. ഇതവിടുത്തെ ഇങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റ് പോലതാണ്, ഇങ്ങനെ കൈവച്ച പാട്ട് കേൾക്കണ പോലും ഈ സ്വിച്ചിൽ അമർത്തണം, അപ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണതും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിലൊക്കെ. പിന്നെ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിന് പോലെ ഒരു മുകളിൽ സ്ക്രീനൊക്കെ ഉള്ളതൊക്കെ കണ്ടു. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആവാറായി. അപ്പോഴത്തെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സയൻസ് ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. വേറെ ഹോട്ടലിൽ പിന്നെ ഭക്ഷണം അങ്ങനെ അത്രയ്ക്ക് ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. പക്ഷേ എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഞങ്ങൾക്ക് കിട്ടി. ഇത് ഫിഷ് താളിയാണ്, പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളിത് കഴിഞ്ഞപ്പോൾ അഗോഡ ജയിൽ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു.